ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം. ഒരടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സുനിതാമിയാണ്. ഇന്നത്തെ വിശേഷം എന്താണെന്ന് അറിയാമോ? ഞാൻ നമ്മുടെ പറമ്പിലെ മാങ്ങ ഇഞ്ചി കൃഷി ഇന്നലെ വിളവെടുപ്പ് നടത്തി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ കിളച്ചെടുത്ത മാങ്ങ ഇഞ്ചിയായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഞാൻ. അപ്പോൾ നമുക്ക് നേരെ മാങ്ങ ഇഞ്ചിയുടെ വിശേഷത്തിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ ഇന്നലെ കിളച്ചെടുത്ത മാങ്ങ ഇഞ്ചിയുടെ പ്രത്യേകത അറിയാവോ? എന്താണ്ട് കണ്ടില്ലേ, ഇതാണ് മാങ്ങ ഇഞ്ചി. വാ, നമ്മൾ പച്ചടിക്ക് അടിപൊളി സാധനമാണ് കേട്ടോ. മാങ്ങ വേണമെന്നില്ല, മാങ്ങയുടെ സ്മെല്ലാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നൊക്കെ വളരെ സന്തോഷമായിട്ട്. ഇതിന് നമ്മുടെ പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു ചെറിയ കഷ്ണം അവിടെ ഇട്ട് കൊടുത്താൽ ഇതുപോലെ ഇതുണ്ട്. ഞാൻ ചെറിയതുണ്ട്, ഇത്രയും ചെറിയ ഒരു വിത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തതാണ്. ഇപ്പോൾ വന്നിട്ട് നിങ്ങൾ കണ്ടില്ലേ ഇത് ഇത്രയും വലിപ്പത്തിലുള്ള മാങ്ങ ഇഞ്ചിയാണ് കിട്ടിയിരിക്കുന്നത്. സന്തോഷമുണ്ട് ഗൈസ്, സന്തോഷമുണ്ട്. ഈ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ രാവിലത്തെ ഭക്ഷണത്തിനകത്ത് ദോശ, അതുപോലെ നമ്മുടെ ഇഡലി, അതിനൊക്കെ കൂടെ നമ്മളൊരു ചട്നി അങ്ങോട്ട് അരച്ചിട്ട് വെച്ച് അതിൽ മുക്കി കഴിച്ചാലുണ്ടല്ലോ സൂപ്പറായിരിക്കും. പ്രത്യേകിച്ച് മാങ്ങ ഇല്ലാത്ത ഈ സമയത്തൊക്കെ നമ്മൾ ഈ ഒരു ചെറിയൊരു കഷ്ണം, ഇത്രയും ചെറിയൊരു കഷ്ണം മാങ്ങ ഇഞ്ചി ഇട്ട് പച്ചടി അരക്കുകയാണെങ്കിൽ വാവ്, അതൊരു വേറെ ലെവലായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? മാങ്ങ ഇഞ്ചി ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, മാങ്ങ ഇഞ്ചി എവിടെയെങ്കിലും നിന്നും കിട്ടുവാണെങ്കിൽ ഇത്രയും ചെറിയൊരു കഷ്ണം എടുത്തിട്ട് നിങ്ങൾ ഒരു ചെറിയ കുഴിയെടുത്ത് അതിൽ മൂടുക. ഇത് പെട്ടെന്ന്, ഇതിനോ നോക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല, യാതൊന്നിൻ്റെ ആവശ്യമില്ല. കുറച്ച് മണ്ണ് അങ്ങോട്ട് മൂടി കൊടുത്താൽ മതി. നമുക്കിതാ ഈ കാണുന്നത് പോലെ, കണ്ടില്ലേ, ഞണ്ട് നോക്കിയേ, ഞണ്ട് പോലെ കാണുന്നില്ല നിങ്ങൾക്ക്? അത് എൻ്റെ കണ്ണിന് കുഴപ്പമാണ്. നിങ്ങൾ പറയുന്നത് സുനിതാമ്മയുടെ കണ്ണിന് കുഴപ്പമാണെന്ന്. എങ്കിലും സാരമില്ല, എനിക്കിത് ഞണ്ടായിട്ടാണ് തോന്നുന്നത്. പിന്നെന്താണെന്നറിയോ, നമ്മുടെ തലയിൽ ഇരിക്കുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ, ആ ക്ലിപ്പ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. കുഴപ്പമില്ല എന്തായാലും. പിന്നെ അതാണ്ടേ തെയ്താരോ അപ്പോൾ നമ്മുടെ ഇഞ്ചി വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ. എന്നെക്കൊണ്ട് ഇത്ര മാത്രമേ ചെയ്തു തരാൻ സാധിക്കുള്ളൂ. മാങ്ങ ഇഞ്ചിയെ നിങ്ങളുമായി പരിചയപ്പെടുത്തി തരിക എന്ന ഒരു ഉത്തരവാദിത്വമായിരുന്നു ഇന്ന് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളിനിപ്പോൾ വിശ്വസിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും ഇത് മാങ്ങ ഇഞ്ചി തന്നെയാണ് കേട്ടോ. മണത്ത് നോക്കണോ? അതിപ്പോൾ നിങ്ങളെങ്ങനെ മണത്ത് നോക്കാനാണ്? ഞാൻ തന്നെ മണത്ത് നോക്കണ്ടേ? അപ്പോൾ ഒരു ഡൗട്ടും വേണ്ട, മാങ്ങ ഇഞ്ചിയാണ് കേട്ടോ. അപ്പം ശരി, എൻ്റെ വീഡിയോയും ഇത്രയും നേരം സഹിച്ചതിന് ഒത്തിരി താങ്ക്സ് പറയുകയാണ്. വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നിങ്ങളുടെ സുനിത അമ്മ നിങ്ങളുടെ മുന്നിൽ വരും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.